ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിന്ന് കാണിക്കുന്നത് എനിക്ക് ക്രിസ്മസിന് കിട്ടിയ ഓർഡറുകൾ കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒന്ന് എനിക്ക് കേക്കിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതിനുണ്ടാക്കിയ കേക്കാണ്. പിന്നെ 3 kg വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ½ kg കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് വൈറ്റ് ഫോറസ്റ്റിൽ ഒരു ½ kg കേക്കാട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ കൊടുത്തിട്ട് നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞാൻ റോസറ്റ നോസിലിൽ ഒരു ഗ്രീൻ കളറ് കൊടുത്തിട്ടൊരു ഡിസൈൻ വരച്ചെടുത്തതാണ് കേട്ടോ. ഈ കേക്ക് ½ kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തന്നെ കേട്ടോ ഞാൻ ചെയ്തത്. ഇത് എനിക്കൊരു കേക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് മാഷാഅല്ലാഹ് സെക്കൻഡ് കിട്ടി കേട്ടോ. അപ്പോൾ അവർ ടേസ്റ്റ് വൈസും അതുപോലെ കാണാനുള്ള ലുക്ക് വൈസും ആയിട്ട് നോക്കിയിട്ട് എന്തായാലും സെക്കൻഡ് കിട്ടി. മോളെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി നടന്നിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലെയിനായിട്ടൊരു കേക്ക് ഉണ്ടാക്കി അതിൻ്റെ അടിയിലൊരു റെഡ് കളർ റിബൺ വെച്ച് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ വെച്ചു, ട്രീ വെച്ചു, അതുപോലെ കുറച്ച് സ്റ്റാറും വെച്ചിട്ടോ. അപ്പോൾ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ കുറച്ച് ഷുഗർ ബോൾസുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷുഗർ ബോൾസുകൾ വെച്ചിട്ടുള്ളത് കുറച്ച് വെള്ളം ബ്രഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ ബോൾസ് വെച്ചപ്പോൾ അതിന്മേൽ നിന്നു കേട്ടോ. ഈ കേക്ക് 3 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. എന്നെ കുറേ ടെൻഷൻ അടുപ്പിച്ചൊരു കേക്ക് തന്നെയാണിത്. ഞാനപ്പോൾ 4 kgൻ്റെ ബേസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കട്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. അതായത് 3 kg 1 kg കേക്ക് 3 വട്ടം ബേക്ക് ചെയ്തിട്ട്. ടെൻഷൻ അടുപ്പിച്ച് പറഞ്ഞാൽ ഞാൻ സ്പ്രേ ചെയ്യാമെന്നായിരുന്നു അവർ കസ്റ്റമർ പറഞ്ഞത്. ഡാർക്ക് റെഡ് കേക്ക് ഡാർക്ക് റെഡ് വേണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ ക്രീമിൽ കുറച്ച് റെഡാക്കിയിട്ട് അപ്ലൈ ചെയ്തു. പിന്നെ സ്പ്രേ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വാങ്ങിയിരുന്നു, ഇവാബുറിക്സ് വാങ്ങിയിരുന്നു കേട്ടോ. പക്ഷേ അതെനിക്ക് യൂസ് ചെയ്യാൻ തോന്നിയില്ല, കാരണം അതൊരു ആൽക്കഹോളിക്കാണ്. അതിൻ്റെ സ്മെല്ല് വന്നപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇത്. പിന്നെ ഞാൻ ജസ്റ്റ് ക്രീമിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ ക്രീം കഴിക്കുക. അപ്പോൾ ഞാൻ ഭയങ്കര കയ്പ്പ് തോന്നിയപ്പോൾ ഞാനത് കേക്കിലാക്കിയില്ല. പിന്നെ ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ട് നല്ലോണം റെഡ് കളറാക്കിയിട്ടൊന്ന് കേക്കിലാകെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് ശരിയാക്കി എടുത്തപ്പോൾ ഏകദേശം ഈ കളറ് കിട്ടി. പിന്നെ ഞാൻ കസ്റ്റമറോട് പറഞ്ഞിരുന്നു നല്ല ഡാർക്ക് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ ഇവാബോറിക്സ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യണ, കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് പറയും. എനിക്ക് ധൈര്യമായിട്ട് പിന്നെ ഞാനത് ചേർത്തില്ല, കാരണം അങ്ങനെ കഴിക്കുന്നതും കണ്ടു. അപ്പം ഇനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് ഉപയോഗിച്ചില്ല. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടി വൈറ്റ് ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്തിട്ട് സൈഡിൽ കൂടി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ വൈറ്റും ഗ്രീനും ബോൾസുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാന്റാക്ലോസ് ഞാൻ ഫോണ്ടനിലാട്ടോ ചെയ്തിട്ടുള്ളത്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റാർ കട്ടർ വെച്ച് കട്ട് ചെയ്തതാണ്. പിന്നെ ഹാപ്പി ക്രിസ്മസ് എന്ന് ഫോണ്ടൻ്റെ ലെറ്റേഴ്സ് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.